ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരാളെ കാണാൻ പോകണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളാണ്. നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആളിത് എവിടെയുണ്ട്, നമ്മുടെ അപ്പുമോനിട്ട്. അപ്പുമോനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. മിക്ക ദിവസങ്ങളും അന്വേഷിച്ച് ഞാൻ പോകാറുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം കാണാറില്ല. ഇന്നാണ് കക്ഷിനെ കണ്ടു കിട്ടിയത്. അവൻ അവസാനം ഒരു വീടൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ വീട് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പരിസരത്ത് എവിടെയാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി മാറി അവൻ റോഡ് സൈഡിലായിട്ട് ഇടയ്ക്ക് കിടക്കാറുണ്ട്. എന്നെ കാണുമ്പോൾ ഓടി വരാറുണ്ട്. അവൻ അവർ പുട്ടൊക്കെ തൊടിച്ചൊക്കെ കൊടുത്ത് അവസാനം അങ്ങനെ സേഫാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ പോകാതിരുന്നത്. എന്നാലും ഞാൻ അന്വേഷിച്ച് ചെല്ലാറുണ്ട് അവൻ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ, അപകടമോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന്. പക്ഷേ കാണാത്ത കാരണം വല്ലാത്തൊരു സങ്കടമായിരുന്നു. പലരോടും ചോദിച്ചു. അപ്പോഴാണ് ഇന്നലെ കണ്ടെത്തിയത്. ആഹാരം കൊടുത്തിട്ട് കഴിച്ചില്ല കേട്ടോ. അവിടെ എന്തോ കണ്ട് ഭയങ്കര അലർട്ടായിരിക്കുകയാണ്. വല്ലാത്തൊരു കോലമായിരുന്നു അപ്പൂമ്മൻ്റെ മുമ്പത്തെ കോലം. വെള്ളരിച്ച് അവിടെ ആരും കൊണ്ട് കളഞ്ഞതാണ്. അങ്ങനെ എൻ്റെ ഒരു യാത്രക്കിടയിൽ ഞാൻ കണ്ടതാണ് അപ്പൂമ്മോനെ. അങ്ങനെ ഞാൻ എന്നും ആഹാരം അപ്പൂമ്മോന് വേണ്ടി മാത്രം 10 കിലോമീറ്റർ താണ്ടിയാണ് ഈ കുഞ്ഞിന് ഞാൻ ആഹാരം എത്തിച്ചേർന്നത്. പിന്നെ അവസാനം എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. ദൈവം ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം ഈ കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിൽ. പിന്നീട് അവസാനം അവിടെ ഒരു പ്രോബ്ലം വരെയും ചെയ്തു ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ. അങ്ങനെ അവസാനം ഒരു ഇടം കിട്ടി, നല്ലൊരു ഇടം കിട്ടി. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ വേദനയുടെ ഒക്കെ ആയിരിക്കാം കുഞ്ഞിന് നല്ലൊരു വീടും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരോഗ്യവാനായിട്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പിസു എന്നാണ് ഞാനിവനെ ആദ്യം പേരിട്ടായിരുന്നത്. സ്പിറ്റ്സിനത്തിൽപ്പെടുന്ന ഒരു ഡോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പിസുവിനെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കടകളിലൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ കാണാറുണ്ട്, ആരോഗ്യക്കുറവൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഈ കുഞ്ഞിനെ ആരും ഉപേക്ഷിച്ചതാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു തരി രോമം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. വല്ലാത്തൊരു വിരൂപമായൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അവന് മെഡിസിൻ കൊടുത്തു. അവന് 2-3 പ്രാവശ്യം മെഡിസിൻ കൊടുത്തോടുകൂടി അവൻ്റെ അസുഖമെല്ലാം മാറി കേട്ടോ. മെഡിസിനും മരുന്നൊക്കെ കൊടുത്ത് സ്ഥിരം. പിന്നെ കഴുത്തിൽ വലിയൊരു കയറൊക്കെ കെട്ടിയാണ് അവനെ ഉപേക്ഷിച്ചിരുന്നത്. അതൊക്കെ ഞാൻ അറുത്ത് കൊടുത്തു. പിന്നെ അവിടെ അപ്പോൾ അവന് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്, മിടുക്കനായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മുടെ ഡാഷ്മോനും ഉണ്ട്. അവന് 2 പേർക്ക് ഇതുവരെ ഒരു പേര് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ 2-3 പൂച്ചകളുണ്ട് ഇവർ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഒരാൾ അവിടെ പൂച്ചകളെ മാത്രം സ്നേഹിക്കുന്നവരുണ്ട്, ഇവരെ ഇഷ്ടമല്ല. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പാത്രം ഇവരെ പൂച്ചകൾ ഓടിക്കുന്നതുകൊണ്ട് അയാൾ കുഞ്ഞിനെ വെച്ചിരുന്ന പാത്രമൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അവൽ നനച്ചതാണ് കേട്ടോ കൊടുത്തത്. അവലും ഗ്രേവിയും കൂടി ചേർത്ത് കൊടുത്തത്. 2 പേരും നല്ലോണം കഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആഹാരം ഞാൻ ഇടയ്ക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ചോറ് അവിടെ ചെറിയൊരു ഹോട്ടലിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതേപോലെയുള്ള ആൾക്കാർ വീട്ടിൽ വാങ്ങി വളർത്തിയിട്ട് പല കാരണങ്ങളുണ്ടാവായിരിക്കാം. ഉപേക്ഷിക്കാനായിട്ട് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് അവരോട് സംരക്ഷിച്ച് നിർത്തണം എന്ന് നമുക്ക് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൽ ഭക്ഷണം മരുന്നും കൊടുത്ത് ഒതുക്കി വളർത്താമെന്ന് നമ്മൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. പക്ഷേ ആരും അതിന് മെനക്കെടാറില്ല. ഒത്തിരി പേര് സ്നേഹിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരാൾ ഒരു വെറുക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെ പിന്നെ നമ്മുടെ പൂപ്പിക്കുഞ്ഞ് വല്ലാത്തൊരു സ്നേഹമാണ് ഈ കുഞ്ഞിന്. പിന്നെ നമ്മൾ അവലും പാലും കൂടി ചേർത്തിട്ടാണ് അവന് കൊണ്ടുവന്നത്. 2 ദിവസം കൂടുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ആഹാരം കൊണ്ടുവന്ന് അവന് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഒരു സ്നേഹമുള്ളൊരു കുഞ്ഞാണ് കേട്ടോ. വാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും അവൻ. നമ്മൾ കൊടുക്കുന്ന ആഹാരം ആസ്വദിച്ച് ആർത്തിയോടുകൂടി കഴിക്കുന്ന കാണുമ്പോൾ അതിലും വലിയൊരു സംതൃപ്തി വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടാനില്ല. എല്ലാ കുഞ്ഞുങ്ങളും അതേ വിശപ്പിൻ്റെ വില എന്ന് പറയുന്നത് അത്രയും വലുതാണ് കേട്ടോ. ഒരു നേരം അവർക്ക് അന്നം കിട്ടുമ്പോൾ നമ്മളെ കാണുമ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് എവിടെ നിന്നും നമുക്ക് ആ ഒരു സംതൃപ്തിയും സ്നേഹമൊന്നും കിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. അത്രയ്ക്കും ഇതാണ് നമ്മളെ അവർ കാണുമ്പോൾ പ്രകടിപ്പിക്കുന്ന എന്നൊരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയതിന് ശേഷം പിന്നെ ഈ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കറുത്ത സുന്ദരി ഇരുന്ന കോലമാണ് കേട്ടോ. പാവം, രോമൊക്കെ പോയി. ഒരു നേരത്തെ ആഹാരം ഞാൻ കൊടുക്കുന്നതും കാത്ത് പല സ്ഥലത്തും വന്ന് നോക്കിയിരിക്കുമായിരുന്നു. ഉള്ള കൂട്ടത്തിലുള്ളവർക്കൊക്കെ ആഹാരം ഉണ്ടായിരുന്നു. പക്ഷേ അവർ കൂട്ടത്തിൽ കൂട്ടുകയില്ല. പിന്നെ അവളാണെങ്കിൽ എന്നെ കാത്ത് ഇങ്ങനെ വിളിച്ച് പല സ്ഥലത്തും വന്ന് നിൽക്കും. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരം മരുന്നും കൊണ്ടാണ് അവളെ ജീവൻ നിലനിർത്തിയിരുന്നത്. അങ്ങനെ പിന്നീട് ഞാൻ അവൾക്ക് പല മെഡിസിൻ കൊടുത്തെങ്കിൽ അത് മാറാത്തതുകൊണ്ട് ഞാൻ സിംബാരിക്കാന്നൊരു മെഡിസിനാണ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് കേട്ടോ. അത് കഴിച്ചതിന് ശേഷം അവൾക്ക് വരുന്ന മാറ്റങ്ങളാണ് കണ്ടോ. മിടുക്കത്തിയായും അല്ലാത്തൊരു സന്തോഷം. കാരണം പിന്നെ അവിടെ അവളിപ്പോൾ കൂടെയുള്ളവരെല്ലാവരും അവളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്, കളിക്കുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അവൾ ഭയങ്കര മിടുക്കത്തി, ഭയങ്കര വ്യത്യാസമായി. ഇപ്പോൾ അവളാണ് അവരുടെ ലീഡർ. വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന നിമിഷമാണ്. കാരണം നമ്മളിങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു മെഡിസിൻ വാങ്ങിക്കൊടുത്തിട്ട് നേരത്തെ ആഹാരം കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പലരും ഇവർ ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ കണ്ട ആഹാരമൊക്കെ അവൾ ഒരുമിച്ചാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത്. മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ അവൾക്ക് ആഹാരമൊന്നും കിട്ടാതെ അവൾ സൈലൻ്റായിട്ട് മാറി നിൽക്കുമായിരുന്നു. ഇത് അവിടെയുള്ളൊരു കുഞ്ഞാണ് കേട്ടോ. അവർക്ക് ആഹാരമൊക്കെ കിട്ടുന്നവരാണ്. പക്ഷേ എൻ്റെ കറുത്ത സുന്ദരിക്ക് മാത്രമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്.
അപ്പോൾ ഇവരെല്ലാവരും മിടുക്കത്തിയായിട്ടിരിക്കുന്നു. എല്ലാവരും ഫീമെയിൽ ഡോഗ്സാണ്. പിന്നെ അതാ കൂട്ടുകാരെ, ഇപ്പോൾ ഒരു കൂട്ടം കാണിച്ചു തരാം ഞാൻ. എലി എലിമോൾ വിളിച്ചാലപ്പോൾ ഓടിയൊരു എലിമോൾ കേട്ടോ. ചോറ് കഴിച്ചു എലി ഏതേ വേണ്ട, മീൻ കൂട്ടാൻ കൂട്ടി ചോറ് കഴിക്കാൻ കിട്ടും. എലിമോള് നല്ലൊരു സ്നേഹമുള്ളൊരു കുഞ്ഞാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ, അവളൊരു ഫീമെയിൽ ഡോഗാണ്. അപ്പോൾ അവൾക്ക് ഹീറ്റ് ആവും, പ്രഗ്നൻ്റ് ആവും, ഇങ്ങനെയൊക്കെ വളരെ ഉത്തരവാദിത്വമുണ്ട് ഒരു ഫീമെയിൽ ഡോഗിന്. ഏത് ഡോഗിനെ വളർത്തും, ബ്രീഡ് ഡോഗുകൾ ഏതൊരു ഡോഗിനെ വളർത്തുമ്പോഴും നമുക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും അറിയാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിൽ കൗതുകത്തിന് വേണ്ടിയിട്ടും കാഴ്ചയുടെ കൗതുകത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയിട്ട് ഒരു ദിവസം കൊണ്ട് ഇവരെ രാത്രി കൊണ്ട് റൂട്ടിലോ കാട്ടിലോ ഉപേക്ഷിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. നിങ്ങൾ കരുതുന്നത് എന്താ, ആരെങ്കിലും അവരെ കൊണ്ടുപോകുന്നു. ആരും കൊണ്ടുപോകാനില്ല കേട്ടോ. ആരും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവരാരും വാങ്ങി വളർത്താത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും നമ്മുടെ തലമുറ വരെ ശാപം അനുഭവിച്ച് തീരും. ഭയം, അറ്റുങ്ങളൊരു പേടി എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് വരുന്നപ്പോൾ അതേ നമ്മൾ ശോശു തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശോശുവിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ എലിമോളുള്ളത്. എലിമോളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. പിന്നെ ശോശു ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ ഒരു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ചാക്ക കെട്ടിയിട്ട് കൊടുത്ത് അവിടെ തന്നെ കിടന്നായിരുന്നു. ഇപ്പോൾ അവൾ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ എപ്പോഴും അവിടെ പോയി കിടക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല, ചൂടിൻ്റെ എന്തോ എന്നറിയില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവൾ അപ്പം തന്നെ ഓടാണ് കേട്ടോ. അപ്പോൾ അവൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾക്കും ഈ പറഞ്ഞോണം നല്ല രീതിയിലുള്ള മികച്ച ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്. കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ട് ന്യൂട്രിച്ചാണ്. ഇപ്പോൾ ഒരു ടിന്നും ഫുള്ള് കഴിഞ്ഞു, രണ്ടാമത്തെ ടിന്നും കഴിയാറായി. ന്യൂട്രിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, വളരെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്ത് ആവശ്യമെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് നമ്മുടെ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൽ വളർത്തേണ്ട ജീവിയാണ് നമ്മളിങ്ങനെ കണ്ണിന് കാഴ്ചയില്ല, ആരോഗ്യക്കുറവ് വരുമ്പോൾ പുറത്തേക്ക് തള്ളിവിടുന്നത്. വളരെ ഒരു ഒരു പ്രവൃത്തിയാണ്. പിന്നെ നമ്മുടെ ആൻറ്റുവിൻ്റെ കൂട്ടുകാരനുണ്ട്, ലിയോ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ ഈ അവസ്ഥയിലാണ്. അപ്പോൾ അവൻ ഭക്ഷണം ചെല്ലുന്ന വീട്ടുകാർ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അവനെ കാണാൻ കിട്ടിയില്ല. ഒരു ദിവസം കണ്ടു, മെഡിസിനൊക്കെ കൊടുത്തു, മരുന്നൊക്കെ ഇടിച്ചു കൊടുത്തു. പിന്നെ ഇതുവരെ അവനെ കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ വാങ്ങിച്ചു കൊടുത്ത് മാറ്റാട്ടോ. ഒരു മെഡിസിൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പൊടിയോ സ്പ്രേയോ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക.